എല്ലാ കുട്ടികൾക്കും പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ +2 ക്ലാസ്സിൽ പഠിക്കാനുള്ള ആദ്യത്തെ പാഠഭാഗമായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നതിൻ്റെ കുറച്ച് ബേസിക് ആശയങ്ങളാണ്. ബേസിക് ആശയങ്ങളെല്ലാം നിങ്ങൾ +1 പഠിച്ചു കഴിഞ്ഞ കാര്യം തന്നെയാണ്. അതൊന്നുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉടനീളം ചെയ്യുന്നത്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഈ രണ്ട് വേർഡുകളും നമുക്ക് പരിചയമുള്ളതാണ്. റിലേഷൻസ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനും ഫങ്ഷൻസ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനും എല്ലാം +1 ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റിലേഷൻസ് എന്ന് പറയുന്ന കാര്യം പറയണമെങ്കിൽ നമ്മൾക്കൊരു കളക്ഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ കളക്ഷൻ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആയിട്ട് മാറുമ്പോൾ അത് സെറ്റ് എന്ന് പറഞ്ഞ ആശയമായി മാറുന്നു. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ സെറ്റ്സ് എന്ന് പറയുന്നതിൽ പഠിച്ചു കഴിഞ്ഞതാണ്. എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഈസ് കാൾഡ് എ സെറ്റ്. എക്സാമ്പിൾസുകൾ, നിരവധി എക്സാമ്പിൾസുകൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടായിരിക്കും. കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100, കളക്ഷൻ ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. കളക്ഷൻ ഓഫ് ഓൾ വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ സെറ്റ് എന്ന് പറയുന്ന കാര്യം നമ്മളവിടെ മനസ്സിലാക്കി കഴിഞ്ഞു. സെറ്റ് എന്ന് പറയുന്നതിൻ്റെ കുറച്ച് അംഗീകൃതമായ നൊട്ടേഷൻസുകൾ, സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് എന്നാണ് പറയുക, അത് നിർബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുമ്പിലേക്ക് പോയതിന് ശേഷം നമുക്ക് റിലേഷൻസ് എന്താണെന്നും ഫങ്ഷൻ എന്താണെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ സെറ്റ്സിൽ അറിയേണ്ടത് എന്താണ് സെറ്റ്. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. നെക്സ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസുകളാണ്. നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്, പെട്ടെന്നൊന്ന് ഓർമ്മയിലേക്ക് നമ്മളൊന്ന് കൊണ്ടുവരികയാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് n എന്ന് പറയുന്ന കാര്യമാണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നെക്സ്റ്റ് വൺ വരുന്നത് w, സെറ്റ് ഓഫ് ഓൾ ഹോൾ നമ്പേഴ്സ്. നെക്സ്റ്റ് വരുന്നത് z ഓർ i. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക i എന്ന് പറയുന്ന സിമ്പിളാണ്. z എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കാറുണ്ട്. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. നെക്സ്റ്റ് വരുന്നത് q, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും, അതാണ് റാഷണൽ നമ്പേഴ്സ്. അവയുടെ കളക്ഷൻ എന്ന് പറയുമ്പോഴാണ് q എന്ന് പറയുന്ന നൊട്ടേഷൻ നമ്മൾ കൊടുക്കുന്നത്. q പ്ലസ്, ഇങ്ങനെ q എന്ന് പറയുന്നതിൻ്റെ മുകളിൽ പ്ലസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എടുക്കേണ്ടത് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. സ്വാഭാവികമായും q മൈനസ് എന്ന് പറയുന്ന നൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ്. നെക്സ്റ്റ് r, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നതിൻ്റെ കളക്ഷനാണ് എന്ത് വരുന്നത്, r എന്ന് പറയുന്ന നൊട്ടേഷൻ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഈ r എന്ന് പറയുന്നതിൽ r പ്ലസ് എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്, r മൈനസ് എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ r പ്ലസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, r മൈനസ് എന്ന് പറഞ്ഞത് സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ പ്ലസ് എന്ന് പറയുന്നതും മൈനസ് എന്ന് പറയുന്നതും പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് പറഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇവിടെ r പ്ലസും r മൈനസും പറഞ്ഞ പോലെ തന്നെ നമുക്ക് z എന്ന് പറയുന്നതിൽ z പ്ലസ് z മൈനസ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. ഈ റിയൽ നമ്പർ സെറ്റ് എന്ന് പറയുന്നതിൽ റാഷണൽ നമ്പേഴ്സും ഉണ്ട്, ഇറാഷണൽ നമ്പേഴ്സും ഉണ്ട്. ഇറാഷണൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻസുകൾ നമ്മൾ എടുക്കുന്നത് പൊതുവേ കുറവാണ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് t എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത്രയുമാണ് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസുകൾ വരുന്നത്. പിന്നെ നിങ്ങൾ കഴിഞ്ഞ വർഷം ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സെറ്റ് എന്ന് പറയുന്നതിനെ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. സെറ്റ് ബിൽഡർ ഫോം ആൻഡ് റോസ്റ്റർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റൻസ് രൂപത്തിൽ കളക്ഷൻസുകൾ എടുക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞ ആശയം പറയുക.
റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്ത രൂപത്തിൽ കാണുന്ന കാര്യമാണ്. ഇത് രണ്ടും എങ്ങനെയാണ് കാണുക എന്നറിയുന്നതിന് വേണ്ടി ചെറിയ 1-2 എക്സാമ്പിൾസുകളിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ബോർഡിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു കളക്ഷൻ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് കളക്ഷൻ? സെറ്റ് ഓഫ് ഓൾ വോവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇതൊരു സെന്റൻസ് രൂപത്തിലാണ് കിടക്കുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് ഇതിനെ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഈ ഒരു രൂപത്തിലും കാണാം. ഈ രണ്ട് രീതിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അത് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലാണ് എന്നാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞ കണ്ടീഷൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ പറയുന്ന കണ്ടീഷൻ നിലനിൽക്കുന്ന രീതിയിലുള്ള ഒബ്ജക്റ്റുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്ത രൂപത്തിൽ എഴുതുമ്പോൾ അത് ടാബുലാർ ഫോം അഥവാ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞ കാര്യമായി മാറുന്നു. എങ്ങനെയാണ് അത് എഴുതുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കേർലി ബ്രാക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഇടുന്നു. ഇനി ഇവിടെ പറയുന്ന കണ്ടീഷൻ എന്താണ്? എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എ, ഇ, ഐ, ഒ, യു. ഇവിടെ ഞാനിത് എഴുതുമ്പോൾ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റുകളെ വേർതിരിക്കുന്നതിന് വേണ്ടി ഞാൻ കോമകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു കേർലി ബ്രാക്കറ്റിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ എഴുതുന്ന കാര്യത്തിനെയാണ്, ലിസ്റ്റ് ചെയ്ത രൂപത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം അഥവാ ടാബുലർ ഫോം എന്ന് പറയുക. ഈ രൂപത്തിലോ അല്ലെങ്കിൽ ഈ രൂപത്തിലോ വരുന്ന കാര്യത്തിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞ കാര്യം വരിക. പിന്നീട് അങ്ങോട്ട് കുറേ അധികം എക്സാമ്പിൾസുകൾ സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോമിലേക്കാക്കി, റോസ്റ്റർ ഫോമിൽ നിന്ന് സെറ്റ് ബിൽഡർ ഫോമിലേക്കാക്കി. അതിനുശേഷം കുറച്ച് ഡെഫിനിഷൻസുകളാണ് ഡിസ്കസ് ചെയ്തത്. എംപ്റ്റി സെറ്റ്. ഒരു സെറ്റിനകത്ത് ഒബ്ജക്റ്റുകൾ അഥവാ എലമെൻസുകളൊന്നും ഇല്ലെങ്കിൽ അത്തരം സെറ്റുകളെ നമുക്ക് എന്ത് പറയാം? എംപ്റ്റി സെറ്റ് എന്ന് പറയുന്ന ആശയം പറയാം. എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞു പറയും. അതിനെ തന്നെ വോയിഡ് സെറ്റ് എന്ന് പറയാം. അതിനെ തന്നെ നൾ സെറ്റ് എന്ന് പറഞ്ഞ കാര്യമൊക്കെ പറയാം. അതൊക്കെ ശരിക്കും എംപ്റ്റി സെറ്റ് എന്ന് പറയുന്ന കാര്യം ആ വേർഡിൽ തന്നെ നമുക്ക് നോക്കിയാൽ, ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമ്മൾ എന്താണ് ഫൈനൈറ്റ് സെറ്റ്, എന്താണ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഒരു സെറ്റിലെ എലമെൻറ്റുകളുടെ എണ്ണം എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അത്തരം സെറ്റുകളെ നമുക്ക് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയധികം എലമെൻസുകൾ ഒരു സെറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ അത്തരം സെറ്റുകളെ നമുക്ക് ഇൻഫൈനൈറ്റ് സെറ്റ്സ് എന്ന് പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ കൗണ്ടിങ് നമ്പേഴ്സ് എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. അത് ഒരു ഇൻഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിളാണ്. സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഓൺ എ ലൈൻ, ഒരു ലൈനിൻ്റെ മുകളിലുള്ള പോയിന്റ്സുകൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്ന കാര്യമാണ്. ഫൈനൈറ്റ് സെറ്റിൻ്റെ എക്സാമ്പിളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ പറയുകയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0 എന്ന് തരികയാണ്. നമ്മളിതിനെ നേരെ ടാബുലാർ ഫോം അഥവാ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് 2 സൊല്യൂഷൻ ഉണ്ടായിരിക്കും. 2 സൊല്യൂഷൻ മാത്രമേ കിട്ടുകയുള്ളൂ. ആ 2 സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് 2 ഒബ്ജക്റ്റുകളെ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞ കാര്യത്തിന് എക്സാമ്പിളായിട്ട് വരുന്നു. ഇങ്ങനെ കുറേ അധികം ഫൈനൈറ്റ് സെറ്റുകൾക്ക് എക്സാമ്പിൾസുകൾ നമുക്ക് പറയാം. ചുരുക്കത്തിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കളക്ഷനകത്തെ അല്ലെങ്കിൽ ഒരു സെറ്റിനകത്തെ എലമെൻസുകളുടെ എണ്ണം നമുക്ക് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ അത് ഫൈനൈറ്റ് ആണ്, അല്ലെങ്കിൽ അത് ഇൻഫൈനൈറ്റ് എന്ന് പറയുന്ന കാര്യമാണ്. ഇനി പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സബ്സെറ്റ് എന്ന് പറയുന്നൊരു ഡെഫിനിഷനാണ്. ഒരു സെറ്റ് മറ്റൊരു സെറ്റിന് സബ്സെറ്റ് ആവുക എന്ന് പറഞ്ഞ കാര്യം പറയുമ്പോഴാണ്. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മാത്രമല്ല, അവിടെ നിന്ന് തുടർന്ന് മുൻപിലേക്ക് നമ്മൾ പോകുമ്പോൾ ചില ചാപ്റ്റേഴ്സുകളിൽ നമ്മൾ ഈ സബ്സെറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും അത് ഉൾപ്പെടുത്താനുള്ളൊരു കാരണമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സബ്സെറ്റ് എന്ന് പറയുന്ന കാര്യം, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സബ്സെറ്റ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകുമ്പോൾ എ എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഞാൻ എടുത്തു, ബി എന്ന് പറയുന്ന മറ്റൊരു കളക്ഷൻ എടുത്തു. ഇതിൽ എ സബ്സെറ്റ് ഓഫ് ബി ഈ ഒരു നൊട്ടേഷനാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞ കാര്യം നിലനിൽക്കണമെങ്കിൽ
എ എന്ന് പറഞ്ഞ കളക്ഷനകത്തുള്ള എല്ലാ ഒബ്ജക്റ്റുകളും അല്ലെങ്കിൽ എല്ലാ എലമെൻറ്റുകളും ബിയിൽ ഉണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ കളക്ഷനകത്തുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിൽ ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിക്കുക, ബിയിലുള്ള എല്ലാ എലമെൻറ്റുകളും എയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് വർക്ക് ചെയ്യുക? ബി സബ്സെറ്റ് ഓഫ് എ. ബിയിലുള്ള എല്ലാ എലമെൻറ്റും എയിൽ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. എ സബ്സെറ്റ് ഓഫ് ബി ആണ്, ബി സബ്സെറ്റ് ഓഫ് എ ആണ്. അതായത് എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ബിയിലുണ്ട്, ബിയിലുള്ള എല്ലാ എലമെൻറ്റുകളും എയിലുണ്ട്. അങ്ങനെയാണ് വരുന്നതെങ്കിൽ നിർബന്ധമായും ആ രണ്ട് സെറ്റുകളും എന്തായിരിക്കും? ഈക്വൽ സെറ്റുകളായിരിക്കും. അപ്പോൾ ഞാനിവിടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ സബ്സെറ്റ് എന്ന് പറഞ്ഞ ആശയം പറഞ്ഞു, ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞ ആശയം പറഞ്ഞു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, എ സബ്സെറ്റ് ഓഫ് ബിയും ബി സബ്സെറ്റ് ഓഫ് എയും ആണെങ്കിൽ നമുക്ക് പറയാം എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ ആശയം പറയാം. ഇംപ്ലൈഡ് ആൻഡ് ഇംപ്ലൈഡ്, അതായത് എ ഈക്വൽ ടു ബി ആണെങ്കിൽ ഇത് രണ്ടും വരും, ഇത് രണ്ടും ഉണ്ടെങ്കിൽ എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ ആശയമാണ്. അതാണ് ഇംപ്ലൈഡ് ആൻഡ് ഇംപ്ലൈഡ് എന്നുകൊണ്ട് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതില് ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഡസ് നോട്ട് സബ്സെറ്റ് ഓഫ് എ, ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതായത് എയിലുള്ള എല്ലാ എലമെന്റും ബിയിലുണ്ട്, പക്ഷെ ബിയിലുള്ള എല്ലാ എലമെന്റും എവിടെയില്ല? എയിലില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം എ എന്ന് പറയുന്നത് ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് പറയാം. ഒന്നുകൂടി ശ്രദ്ധിക്കുക, എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞ കണ്ടീഷൻ മാത്രം ഹോൾഡ് ചെയ്യുന്നു, ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആയിട്ട് നമുക്ക് എ എന്ന് പറഞ്ഞ കാര്യത്തെ പറയാം. അതുപോലെ തന്നെ എയുടെ സൂപ്പർ സെറ്റാണ് ബി എന്ന് പറയാം. രണ്ട് പോയിന്റാണ് അവിടെ നോട്ട് ചെയ്യാനുള്ളത്. ബി ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. പിന്നെ സബ്സെറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്ന്, ഏത് സെറ്റിൻ്റെയും സബ്സെറ്റാണ് നൾ സെറ്റ് എന്ന് പറയുന്ന കാര്യം. നൾ സെറ്റ് എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾക്ക് ഫൈ അല്ലെങ്കിൽ ജസ്റ്റ് സെറ്റ് ബ്രാക്കറ്റ് മാത്രം ഇടുക, ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇതിലെ ഫൈ എന്നോ അല്ലെങ്കിൽ ജസ്റ്റ് സെറ്റ് ബ്രാക്കറ്റ് എന്ന് പറയുന്ന കാര്യമോ നിങ്ങൾ ഇടുക, അത് നൾ സെറ്റ് എന്ന് പറയുന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ നൾ സെറ്റ് എന്ന് പറയുന്നത് ഏത് സെറ്റിൻ്റെയും സബ്സെറ്റാണ്. അതുപോലെ ഒരു സെറ്റ് അതേ സെറ്റിന് തന്നെ സബ്സെറ്റാണ്. എ ആണ് എടുക്കുന്നതെങ്കിൽ എ സബ്സെറ്റ് ഓഫ് എ തന്നെയാണ്, ബി ആണ് എടുക്കുന്നതെങ്കിൽ ബി സബ്സെറ്റ് ഓഫ് ബി ആണ്, എൻ ആണ് എടുക്കുന്നതെങ്കിൽ എൻ സബ്സെറ്റ് ഓഫ് എൻ എന്ന് പറയുന്ന ആശയമാണ്. അപ്പോൾ ഏത് കളക്ഷൻ ആണോ അല്ലെങ്കിൽ ഏത് സെറ്റാണോ നിങ്ങൾ എടുക്കുന്നത്, ആ സെറ്റ് അതേ സെറ്റിന് തന്നെ എന്താണ്? സബ്സെറ്റാണ്. അപ്പോൾ നമുക്ക് ചുരുക്കിയിട്ട് ഇങ്ങനെ വിചാരിക്കാം, നൾ സെറ്റ് എന്ന് പറയുന്നതും ഫുൾ സെറ്റ് എന്ന് പറയുന്നതും ഏത് സെറ്റിൻ്റെയും സബ്സെറ്റുകളായിരിക്കും. ഇനി നമ്മൾക്ക് ഇവിടെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം പവർ സെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഒരു സെറ്റിന് സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ സബ്സെറ്റുകളുടെ കളക്ഷനാണ് പവർ സെറ്റ് എന്ന് പറയുന്ന ആശയമായിട്ട് വരുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ എ എന്ന് പറയുന്ന കളക്ഷൻ്റെ എത്ര സബ്സെറ്റുകളുണ്ടോ ആ സബ്സെറ്റുകളുടെ എല്ലാം കളക്ഷനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്ന ആശയം പറയുക. ഈ പവർ സെറ്റ് ഭാഗത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു സൂത്രവാക്യം തന്നെ ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. എ എന്ന് പറയുന്ന സെറ്റിനകത്ത് എം എലമെൻ്റ് ആണ് ആകെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പവർ സെറ്റ് എന്ന് പറയുന്ന കാര്യം എഴുതി നോക്കി കൗണ്ട് ചെയ്യാതെ തന്നെ നമ്മൾക്ക് പവർ സെറ്റിലെ എലമെൻറ്റിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണത്, അത് ഓർമ്മയിലിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു വന്നത് എ എന്ന് പറയുന്ന സെറ്റിൽ എം എലമെൻ്റ് ഉണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന സെറ്റിൽ എം എലമെൻ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ സിംബോളിക്കലി റിട്ടേൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്, നമ്പർ ഓഫ് എ ഈക്വൽ ടു എം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് 2m ആയിരിക്കും. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സെറ്റ്, ആ സെറ്റ് എന്ന് പറയുന്നത്
സബ്സെറ്റുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാലും പവർ സെറ്റിലുള്ള എലമെന്റ് എണ്ണം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കണക്ട് ചെയ്യാൻ ഈ ഒരു സൂത്രവാക്യം ഉപയോഗിക്കാം. എ എന്ന് പറയുന്ന സെറ്റിൽ m എലമെന്റ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ പവർ സെറ്റിൽ 2m എലമെന്റ് ഉണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് സബ്സെറ്റിന്റെ എണ്ണത്തിലേക്ക് നമ്മൾ പോവുക? ഒരു സെറ്റിൽ m എലമെന്റ് ഉണ്ട്, അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്ന കാര്യം 2m എന്ന് പറയുന്ന ആശയം തന്നെയായിരിക്കും. പവർ സെറ്റിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോവാം. ഇപ്പോൾ എ എന്ന് പറയുന്ന കളക്ഷനകത്ത് ആകെ 3 എലമെന്റ് ആണുള്ളത്. 1 2 3 ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അതിന്റെ പവർ സെറ്റ് നമ്മൾ എഴുതുന്ന സമയത്ത് നൾ സെറ്റ് വരും, സെറ്റ് 1 വരും, സെറ്റ് 2 വരും, സെറ്റ് 3 വരും, സെറ്റ് 1 2 വരും, സെറ്റ് 1 3 വരും, സെറ്റ് 2 3 വരും, സെറ്റ് 1 2 3 വരും. അതായത് ടോട്ടൽ 8 എലമെന്റുകൾ നമുക്കവിടെ കിട്ടും. ബൈ ഫോർമുല പ്രകാരം നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ 3 ആണ് വരിക. അപ്പോൾ n ഓഫ് p ഓഫ് എ എന്ന് പറയുന്നത് 2�3 എത്ര വരും? 2 × 2 × 2, അതായത് 8 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നു. എ എന്ന് പറയുന്ന സെറ്റിൽ 3 എലമെന്റ് തന്നെയാണ്. അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടതും എന്ത് തന്നെയാണ്? ഇതേ സൂത്രവാക്യം തന്നെയാണ്. അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? 2�3 എന്ന് പറഞ്ഞ കാര്യം ഉപയോഗിക്കാം. 8 സബ്സെറ്റുകളാണ് അതിനുള്ളത്. ഓക്കെ, അപ്പൊ പവർ സെറ്റ് എന്താണെന്നും പവർ സെറ്റ് എഴുതി നോക്കാതെ തന്നെ നമ്മൾ എടുക്കുന്ന സെറ്റിലെ എലമെന്റുകളുടെ എണ്ണം അറിയാമെങ്കിൽ പവർ സെറ്റിലെ എലമെന്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാം എന്നുള്ളതും നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്റർവെൽസ് എന്ന് പറയുന്ന കാര്യമാണ്. ഇന്റർവെൽസ് എന്ന് പറയുന്ന കാര്യമൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് കഴിഞ്ഞു വരുന്ന ചാപ്റ്ററുകളിലാണ് വരിക. എന്തായാലും മൊത്തത്തിലുള്ള ഒരു ബേസിക് ആശയം നമ്മളിവിടെ നിങ്ങൾക്ക് തരികയാണ്. ഇന്റർവെൽസ് എന്ന് പറയുന്നത് 4 രീതിയിലുള്ള ഇന്റർവെൽസുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഒന്നാമത്തെ കാര്യം ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറയുന്ന കാര്യം. ജനറൽ ആശയത്തിൽ പറയുമ്പോൾ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ കോമ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്ന് പറയുന്നതിന്റെ ടാബുലാർ ഫോം അഥവാ റോസ്റ്റർ ഫോം ആണ് ഈ കാണുന്നത്, അല്ലെങ്കിൽ ഇന്റർവെൽ ഫോം ആണ് ഈ കാണുന്നത്. അതിന്റെ തന്നെ സെറ്റ് ബിൽഡർ ഫോം ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ അടുത്ത കാര്യം ഹാഫ് ഓപ്പൺ ഇന്റർവെൽ എ ബി. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ കോമ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി. ലെഫ്റ്റ് സൈഡ് ഓപ്പണും റൈറ്റ് സൈഡ് ക്ലോസുമായ ഇന്റർവെൽ. ഹാഫ് ക്ലോസ്ഡ് എ ബി. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x belongs to r comma a less than x less than or equal to b. Last one open interval ab. Set of all x such that x belongs to r comma a less than x less than b. ഏത് ഇന്റർവെൽ വരികയാണെങ്കിലും ഇന്റർവെല്ലിന്റെ ലെങ്ത് എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുവാൻ b മൈനസ് എ എന്ന് പറഞ്ഞ കാര്യം ചെയ്താൽ മതി. ആ b മൈനസ് എ എന്ന് പറയുന്ന നമ്പറാണ് നമ്മുടെ ഇന്റർവെല്ലിന്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. ഇത്രയുമാണ് ഇന്റർവെൽസ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കി വെക്കുവാനുള്ളത്. അപ്പോൾ ഇതെങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലോസ്ഡ് ഇന്റർവെൽ 0π/2 എന്ന് പറഞ്ഞൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ആ ക്ലോസ് ഇന്റർവെൽ 0π/2 എന്ന് പറയുന്നതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുക ഏതൊക്കെയാണ് ഉൾപ്പെടാതിരിക്കുക എന്നതിനെ പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് പറയുന്നത്. ഇതിലേക്ക് പോകുന്ന സമയത്ത് ആംഗിളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുക. ആംഗിൾ ചിലപ്പോൾ തീറ്റ എന്ന് പറഞ്ഞ നൊട്ടേഷനിൽ വരാം, എക്സിൽ തന്നെ പറയാം, അല്ലെങ്കിൽ വൈയിൽ പറയാം, ആൽഫ എന്ന് പറയുന്ന കാര്യം പറയാം. അപ്പോൾ ഏതാണ് അവിടെ പറയുന്നത് അതിനനുസരിച്ച്. പക്ഷെ നമ്മൾ അവിടെ എടുക്കേണ്ട വാല്യൂസുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്റർവെല്ലിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്റർവെൽസുകളുടെ കാര്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പിന്നെ നമ്മൾ കേട്ട് പരിചയമുള്ള വേർഡുകൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്, പിന്നെ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. സെറ്റ് എന്ന് പറയുന്നതിന്റെ ജിയോമെട്രിക്കൽ റെപ്രസെന്റേഷൻ ആണ് വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞ കാര്യം വരിക. റിലേഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ജിയോമെട്രിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ആരോ ഡയഗ്രാം എന്ന് പറയുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞു പോകുന്നു. അടുത്ത് നമ്മൾ റിലേഷൻ എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് കയറി പോകുന്നു. ആ ഒരു രീതിയിലാണ് ക്ലാസ് മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞ വേർഡ്.
അതുപോലെ തന്നെ വെൻ ഡയഗ്രാം എന്ന് പറയുന്ന കാര്യം ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി, വല്ലാണ്ട് ആപ്ലിക്കേഷനൊന്നും നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നെ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ആണ്. സെറ്റിൻ്റെ മുകളിലുള്ള ഓപ്പറേഷൻസ് കമ്പൽസറി ആയിട്ട് നിങ്ങളൊക്കെ അത് ഓർമ്മയിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്, 3 കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞ ആശയം പഠിച്ചിട്ടുണ്ടാവും. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന കാര്യം, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഡിഫറൻസ് ആണ്. അത് നമ്മൾ പറയാം യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയിലെ എലമെന്റുകൾ മൈനസ് ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിഫറൻസ് എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. 2 സെറ്റുകൾ തമ്മിൽ യൂണിയൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെറ്റിലെയും എലമെന്റുകൾ ലിസ്റ്റ് ചെയ്ത് എഴുതുക, ആവർത്തിച്ച് വരുന്നത് ഒരു തവണ മാത്രം എഴുതുക. 2 സെറ്റുകൾ തമ്മിൽ ഇന്റർസെക്ഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ 2 സെറ്റിലെയും കോമൺ ആയ എലമെന്റ് മാത്രം ലിസ്റ്റ് ചെയ്യുക. കോമൺ എലമെന്റുകൾ ഒന്നുമില്ലെങ്കിൽ നൾ സെറ്റ് എന്ന് പറയുന്ന ആശയം എഴുതുക. 2 സെറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 2 രീതിയിൽ കണ്ടുപിടിക്കാം. എയും ബി ആണ് നിങ്ങൾ എടുത്തിരിക്കുന്ന കളക്ഷൻ എങ്കിൽ എയിൽ നിന്ന് ബിനെ മൈനസ് ചെയ്യാം, ബിയിൽ നിന്ന് എയിനെ മൈനസ് ചെയ്യാം. എയിൽ നിന്ന് ബി ആണ് മൈനസ് ചെയ്യേണ്ടതെങ്കിൽ എയിലും ബിയിലും കോമൺ ആയി നിൽക്കുന്ന എലമെന്റ് എയിൽ നിന്നും ഒഴിവാക്കുക. ബി മൈനസ് എ ആണ് ചെയ്യുന്നതെങ്കിൽ എയിലും ബിയിലും കോമൺ ആയ എലമെന്റ് ഏതാ നോക്കുക, അത് ബിയിൽ നിന്ന് ഒഴിവാക്കുക. ഇത്രയാണ് അവിടെ ചിന്തിക്കേണ്ടതുള്ളൂ. പിന്നെ കൂടുതൽ കാര്യങ്ങൾ അതിൽ നമുക്ക് പറയുവാനുണ്ട്. പക്ഷെ അത് നമ്മുടെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ +2 ചാപ്റ്ററുമായിട്ട് കണക്റ്റഡ് അല്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ കൂടുതൽ അതിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് എന്ന് പറയുന്ന കാര്യം നമ്മൾക്ക് അവിടെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. യൂണിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ ഇടയ്ക്ക് നമുക്ക് കയറി വരാറുണ്ട്. അപ്പോൾ ആ യൂണിയൻ എന്താണെന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് റിലേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. റിലേഷനെ പറ്റി പറയണം എന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ്സ് എന്ന് പറയുന്ന ആശയം അറിഞ്ഞിട്ടുണ്ടാണ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന കാര്യം ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം എ ക്രോസ് ബി എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ എടുത്തിരിക്കുന്ന 2 കളക്ഷൻസുകൾ ഏതൊക്കെയാണ്? എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റുമാണ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള എല്ലാ ബന്ധങ്ങളുടെയും കളക്ഷനാണ് എ ക്രോസ് ബി അഥവാ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്ന കാര്യം വരുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു റിലേഷൻ എന്ന് പറഞ്ഞ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഒരു എലമെന്റിൽ നിന്ന് അതേ എലമെന്റിലേക്ക് പറയാം, അല്ലെങ്കിൽ ഒരു എലമെന്റിൽ നിന്ന് മറ്റൊരു എലമെന്റിലേക്ക് പറയാം. നമ്മളിവിടെ 2 കളക്ഷൻ എടുത്തിട്ടുണ്ട്. അവിടെ ഒരു കളക്ഷനിൽ നിന്ന് മറ്റൊരു കളക്ഷനിലേക്കുള്ള ബന്ധങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു എലമെന്റ് എടുക്കും, അപ്പുറത്തുനിന്ന് ഒരു എലമെന്റ് എടുക്കും, എന്നിട്ടാണ് നമ്മൾ ബന്ധം കൊടുക്കുക. ബന്ധം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പെയറുകളാണ് നമ്മൾക്ക് കിട്ടുക. അതായത് ഓർഡേർഡ് പെയേഴ്സുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ എത്ര ഓർഡേർഡ് പെയറുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ ആ ഓർഡേർഡ് പെയറുകളുടെ എല്ലാം കളക്ഷനാണ് എന്ത് വരുന്നത്? എ ക്രോസ് ബി എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാത്തമാറ്റിക്സ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യത്തിലേ ഉള്ളൂ. എ ക്രോസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ ആൻഡ് ബി ബിലോങ്സ് ടു ബി. എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ കളക്ഷനകത്തായിരിക്കും, ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞ കളക്ഷനകത്തായിരിക്കും. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം അറ്റാച്ച് ചെയ്ത് പഠിക്കണം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ 2 കളക്ഷൻ വ്യത്യസ്തമായി എടുത്തിട്ട് തന്നെയാണ് പറഞ്ഞ് മുമ്പിലേക്ക് പോവുക. എന്നാൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ +2 ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറയുന്ന റിലേഷൻസുകൾ ഒരു സെറ്റിൻ്റെ മുകളിൽ മാത്രമാണ് ഡിഫൈൻ ചെയ്യുക. ഒരു സെറ്റിൻ്റെ മുകളിൽ മാത്രമായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കേണ്ട കാര്യം അതേ സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്ക് തന്നെയാണ് റിലേഷൻ പറയുന്നത്. അത് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ +1 നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ആ +1 തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസുകൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എ റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ ഇത്രേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. എയിൻ്റെ മുകളിലാണ് ആ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? എ ക്രോസ് എ എന്ന് പറയുന്ന കാര്യമാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരേണ്ടത്. റിലേഷൻ എന്ന് പറഞ്ഞതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, എ ക്രോസ് എ എന്ന് പറഞ്ഞ കാര്യം പറയുമ്പോൾ എയിൽ നിന്ന് എയിലേക്കുള്ള എല്ലാ ബന്ധങ്ങളുമാണ്. ഇനി ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ കാര്യം കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ നമ്മൾ ഓർമ്മയിൽ കൊണ്ടുവരേണ്ടതും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതുമായ കാര്യം, രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയി കാണുന്ന ഫസ്റ്റ് എലമെന്റ് ഈക്വൽ ആവണം, സെക്കൻഡ് എലമെന്റ് ഈക്വൽ ആവണം. ഇനി നമ്മൾ എടുത്ത കളക്ഷനിൽ ഏതെങ്കിലും ഒന്ന് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് കളക്ഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റും എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഒരു കളക്ഷനകത്ത് എം എലമെന്റ്, മറ്റൊരു കളക്ഷനകത്ത് എൻ എലമെന്റ്. അങ്ങനെയാണെങ്കിൽ അവയുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ എം ഇൻറ്റു എൻ എലമെന്റ് ഉണ്ടായിരിക്കും. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എ എന്ന് പറഞ്ഞ കളക്ഷനകത്ത് 3 എലമെന്റും ബി എന്ന് പറഞ്ഞ കളക്ഷനകത്ത് 4 എലമെന്റും വരികയാണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്ന കളക്ഷനകത്ത് 3 ഇൻറ്റു 4 12 എലമെന്റ്സ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ +1 പ്രത്യേകം ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എ ക്രോസ് എ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ആണ്. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അധികം ഉപയോഗിക്കേണ്ടതില്ല, അതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമുക്ക് അതിൽ പറയുവാനുള്ളത് റിലേഷൻസ് എന്ന് പറയുന്ന കാര്യമാണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റിനെയാണ് റിലേഷൻസ് എന്ന് പറയുന്നത്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അപ്പോൾ ആദ്യം ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ഒരു കളക്ഷനിൽ നിന്ന് അതേ കളക്ഷനിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളക്ഷനിലേക്കോ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന എല്ലാ ബന്ധങ്ങളുടെയും കളക്ഷനാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് വരുന്നത്. എന്നാൽ റിലേഷൻ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് മുഴുവൻ ബന്ധങ്ങളും നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ കണ്ടീഷൻസുകൾ കൊടുത്തുകൊണ്ട് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് പെയറുകൾ മാത്രം എടുക്കാം. അതുകൊണ്ടാണ് എ ക്രോസ് ബി എന്ന് പറയുന്നതിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് റിലേഷൻ എന്ന് പറയുന്ന കാര്യം വരുന്നത് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ക്ലാസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു കളക്ഷൻ എന്ന് പറയുന്നതിന് സബ്സെറ്റുകൾ ഉണ്ട്. ആ സബ്സെറ്റുകൾ എന്ന് പറയുന്നതിൽ ഷുവറായിട്ട് 2 സെറ്റുകളുണ്ട്. ഒന്ന് നൾ സെറ്റ്, ഒന്ന് ഹോൾ സെറ്റ് അഥവാ ഫുൾ സെറ്റ്. എ ക്രോസ് ബി എന്ന് പറയുന്ന കാര്യം എയിൽ നിന്ന് ബിയിലേക്കുള്ള എല്ലാ ബന്ധങ്ങളുമാണ്. ഇതിനെ നമുക്കൊരു റിലേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, റിലേഷൻ്റെ ഡെഫിനിഷൻ നിലനിൽക്കുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിട്ടാണ് റിലേഷൻ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ എ ക്രോസ് ബി തന്നെ എന്തായിട്ട് വരാം? റിലേഷൻ എന്ന് പറഞ്ഞ ആശയമായിട്ട് വരാം. അത്തരം റിലേഷൻസുകളെയാണ് നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകം ഒന്ന് ഓർമ്മയിൽ വെക്കാം, എയിൽ നിന്ന് ബിയിലേക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ ബന്ധങ്ങളും വരുമ്പോഴാണ് അത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി ആയിട്ട് വരുന്നത്. അതാണ് മാക്സിമം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു? എ ക്രോസ് ബി എന്ന് പറയുന്നതിൻ്റെ മുകളിലേക്ക് ഇനി വേറൊരു കാര്യം പറയുവാനില്ല. അതേ എ ക്രോസ് ബി തന്നെ റിലേഷനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ റിലേഷനെ നമുക്ക് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ +2 ക്ലാസ്സിലെ റിലേഷൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുവാനുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. അതൊന്ന് ഞാനിവിടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ് റിലേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റിന് സ്വാഭാവികമായും നൾ സെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യാം. നൾ സെറ്റ് എന്ന് പറയുന്ന കാര്യം എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അത് എം ടി എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോയി. അപ്പോൾ ആ റിലേഷനെ നമുക്ക് എം ടി റിലേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് കണക്ട് ചെയ്യാം. ഇതും നമ്മൾക്ക് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുവാനുള്ളതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾ സഹിതം നമ്മൾ അവിടെ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സെറ്റിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലും റോസ്റ്റർ ഫോമിലും റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ റിലേഷൻ എന്ന് പറയുന്നതിനെയും സെറ്റ് ബിൽഡർ ഫോമിലോ അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിലോ നമ്മൾക്ക് റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. സെറ്റ് എന്ന് പറയുന്നതിൻ്റെ ജിയോമെട്രിക്കൽ റെപ്രസെൻറ്റേഷനാണ് വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് റിലേഷൻ എന്ന് പറയുന്നതിൻ്റെയും ജിയോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അത് പക്ഷേ നമ്മൾ ആരോ ഡയഗ്രത്തിലൂടെയാണ് സൂചിപ്പിക്കുന്നത്. ഈ റിലേഷൻ എന്ന് പറയുന്ന ഡെഫിനിഷനിൽ കൂടുതൽ കണ്ടീഷൻസുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഒന്നുകൂടി റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഫംഗ്ഷൻ എന്ന് പറഞ്ഞതിലേക്ക് മാറണം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ
ഒരു റിലേഷൻ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ റിലേഷന് രണ്ട് പ്രധാനപ്പെട്ട ഡെഫിനിഷൻസുകളുണ്ട്. ഡൊമൈൻ എന്ന് പറയുന്ന കാര്യവും റേഞ്ച് എന്ന് പറഞ്ഞ കാര്യവും. റിലേഷനിലുള്ള എല്ലാ എലമെൻറ്റുകളും ഓർഡേർഡ് പെയേഴ്സുകളാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഓർഡേർഡ് പെയറുകളിൽ വരുന്ന ഫസ്റ്റ് എലമെൻറ്റുകൾ ലിസ്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ് ഡൊമൈൻ എന്ന് പറഞ്ഞ കാര്യം. സെക്കൻഡ് എലമെൻറ്റ് ലിസ്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ് റേഞ്ച് എന്ന് പറഞ്ഞ കാര്യം. കൂടാതെ ഒരു വേർഡ് കൂടി നിങ്ങൾ പ്രധാനമായിട്ട് കേൾക്കും, കോഡൊമൈൻ എന്ന് പറഞ്ഞ കാര്യം. ഈ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കോ അല്ലെങ്കിൽ അതേ സെറ്റിലേക്കോ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. മറ്റൊരു സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എവിടേക്കാണോ ഡിഫൈൻ ചെയ്യുക ആ മൊത്തം സെറ്റിനെയാണ് നമ്മൾ കോഡൊമൈൻ എന്ന് പറയുക. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ഒരു റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എവിടേക്കാണോ ഡിഫൈൻ ചെയ്യുന്നത് ആ മൊത്തം സെറ്റിനെയാണ് കോഡൊമൈൻ എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന സെറ്റാണ് വരുന്നത്. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡേർഡ് പെയറുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്തതിൽ ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷൻ ആണ് ഡൊമൈൻ വരിക, സെക്കൻഡ് എലമെന്റുകളുടെ കളക്ഷൻ ആണ് റേഞ്ച് വരിക. റേഞ്ചും കോഡൊമൈനും തമ്മിലുള്ള ഒരു ബന്ധം അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. റേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെന്റുകളുടെ കളക്ഷനാണ്. ചില റിലേഷൻസുകളിൽ മാത്രം സെക്കൻഡ് എലമെന്റുകൾ ലിസ്റ്റ് ചെയ്താൽ കിട്ടുന്നത് ബി എന്ന് പറയുന്ന എൻറ്റയർ സെറ്റ് തന്നെയാണ്. ഞാൻ ബി എന്ന് പറയാനുള്ള കാരണം ഇവിടെ ഇങ്ങനെ എയിൽ നിന്ന് ബിയിലേക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളോട് ആലോചിക്കേണ്ട കാര്യം, ചില റിലേഷൻസുകൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനനുസരിച്ച് റേഞ്ച് എന്ന് പറയുന്നതും കോഡൊമൈൻ എന്ന് പറയുന്നതും ഈക്വൽ ആയിട്ട് മാറാറുണ്ട്. അല്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം കോഡൊമൈൻ എന്ന് പറയുന്നതിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് എല്ലായ്പ്പോഴും റേഞ്ച് നിലനിൽക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു പോയിന്റ് പറയാം, ഏത് റിലേഷൻ എടുക്കുകയാണെങ്കിലും റേഞ്ച് സബ്സെറ്റ് ഓർ ഈക്വൽ ടു കോഡൊമൈൻ. അത് നോർമലി വെക്കേണ്ട ഒരു കാര്യമാണ്. എല്ലായ്പ്പോഴും ഇത് ഈക്വൽ ആയിക്കൊള്ളുന്നില്ല, പക്ഷെ ഒരു കണ്ടീഷൻ ഉറപ്പാണ്, സബ്സെറ്റ് എന്ന് പറയുന്ന കാര്യം നമുക്ക് എപ്പോഴും പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നീട് നിങ്ങൾ മുൻപിലേക്ക് പഠിച്ചു കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഫങ്ഷൻ എന്ന് പറയുന്ന ഡെഫിനിഷനാണ്. ഫങ്ഷൻ എന്ന് പറഞ്ഞ ഡെഫിനിഷന് മുമ്പേ നിങ്ങൾ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതായത് റിലേഷൻ എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോമിൽ നിങ്ങളുടെ മുമ്പിലേക്ക് തരും, അതിനെ നിങ്ങൾ റോസ്റ്റർ ഫോമിലേക്ക് ആക്കണം. റോസ്റ്റർ ഫോമിലേക്ക് ആക്കിയതിന് ശേഷം അതിൻ്റെ ഡൊമൈൻ എഴുതുക, റേഞ്ച് എഴുതുക, കോഡൊമൈൻ എഴുതുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഫങ്ഷൻ എന്ന് പറയുന്ന ഡെഫിനിഷനിലേക്ക് പോകുന്നു. ഫങ്ഷൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എഫ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ അത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയാൽ മാത്രം മതി. എന്നാൽ എഫ് ഫ്രം എ ടു ബി എന്ന് പറയുന്ന ഒരു റിലേഷൻ ഫങ്ഷൻ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഡൊമൈനിലെ എല്ലാ എലമെന്റുകൾക്കും ഒരേ ഒരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുകയുള്ളൂ. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെന്റുകളെല്ലാം എവിടെയാണ് കിടക്കുക? ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ് ആണ് വരിക, അതായത് ഫസ്റ്റ് സെറ്റിനകത്താണ് അതുണ്ടായിരിക്കുക. അപ്പോൾ എഫ് ഫ്രം എ ടു ബി പറയുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഈ സെറ്റിലെ എല്ലാ എലമെന്റുകൾക്കും ഒരേ ഒരു ഇമേജ് മാത്രമേ ഉണ്ടാവുന്നു എങ്കിൽ നമുക്ക് പറയാം ഈ പറയുന്ന റിലേഷൻ ഒരു ഫങ്ഷൻ ആണ് എന്നുള്ള കാര്യം പറയാം. റിലേഷനെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് മാറിയത്. റിലേഷനിൽ ഡൊമൈൻ ഉണ്ട്, റേഞ്ച് ഉണ്ട്, കോഡൊമൈൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫങ്ഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ എന്തുണ്ടായിരിക്കും? ഡൊമൈൻ ഉണ്ടാവും, റേഞ്ച് ഉണ്ടാവും, കോഡൊമൈൻ ഉണ്ടാവും. റിലേഷനിൽ കാണുന്ന എല്ലാ എലമെന്റുകളും ഓർഡേർഡ് പെയേഴ്സ് ആണ്. സ്വാഭാവികമായും ഫങ്ഷൻ എന്ന് പറയുന്നതിലും നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഓർഡേർഡ് പെയേഴ്സുകൾ തന്നെയാണ്. ആ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് കളക്ഷനകത്തുനിന്നായിരിക്കും, സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് കളക്ഷനകത്തുനിന്നായിരിക്കും. ഇത് തന്നെ ചില സന്ദർഭങ്ങളിൽ എ ടു ബിയിൽ പകരം എയിൽ നിന്ന് എയിലേക്ക് തന്നെ വരാം എന്നുള്ളൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, അത് മറന്നു പോകരുത്. ചില ക്വസ്റ്റ്യൻസുകളിലേക്കും ചില ഭാഗങ്ങളിലേക്കും നമ്മൾ പോകുമ്പോൾ അത്തരം കാര്യങ്ങൾ കാണാറുണ്ട്.
പിന്നീട് നിങ്ങൾ ചിലതരം ഫങ്ഷൻസുകളെ പരിചയപ്പെട്ട് കഴിഞ്ഞു. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, ഐഡന്റിറ്റി ഫംഗ്ഷൻ, പോളിനോമിയൽ ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, സൈനം ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻസുകളുടെ എല്ലാം ഡൊമൈനിനെ പറ്റിയും റേഞ്ചിനെ പറ്റിയും അതിൻ്റെ ഒരു ഏകദേശ ജോമെട്രിക്കൽ ഷേപ്പിനെ പറ്റിയും ഒക്കെ അവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ ഫംഗ്ഷൻസുകൾ എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം എന്നീ കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡെഫിനിഷൻ എന്ന് പറയുന്ന ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഡൊമൈൻ കണ്ടുപിടിക്കുക, റേഞ്ച് കണ്ടുപിടിക്കുക എന്നീ കാര്യങ്ങളെല്ലാം നമ്മളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഡൊമൈനും റേഞ്ച് എന്ന് പറയുന്ന കാര്യം ഒക്കെ കണ്ടുപിടിക്കുന്ന ആശയം നമ്മൾ +1 കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. +2 പോകുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ അറിയണം, അതുപോലെ തന്നെ ഡൊമൈൻ എന്താണെന്ന് അറിയണം, റേഞ്ച് എന്താണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം, കോഡൊമൈൻ എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് നമുക്ക് അവിടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ റിലേഷൻ എന്ന് പറയുന്നതിൻ്റെ ടൈപ്സുകളാണ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഒരു സെറ്റ് എന്ന് പറയുന്നത് എയും മറ്റൊരു സെറ്റ് ബി ആയിട്ടും ഞാൻ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിലേക്കുള്ള റിലേഷൻസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. അതിനൊരു സൂത്രവാക്യമുണ്ട്, അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഇഫ് n of a equal to m and n of b equal to m, നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ് ഇത്. n of a cross b എന്ന് പറയുന്നത് m into n ആയിരിക്കും. If n of a equal to m and n of b equal to n, then number of റിലേഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞ കാര്യം വരുന്നത് 2m into n അഥവാ 2mn. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഫങ്ഷൻസ്, എയിൽ നിന്ന് ബിയിലേക്ക് എത്ര ഫങ്ഷൻസ് കണ്ടെത്താൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് n⁻m എന്ന് പറയുന്ന കാര്യമാണ്. ഇത് നമ്മൾക്ക് എല്ലാ കളക്ഷനിലേക്കും അപ്ലൈ ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി. ഇവിടെ ഇതിങ്ങനെ വരാനുള്ള കാരണം n of a m-ഉം n of b n-ഉം ആയതുകൊണ്ടാണ് n⁻m എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത്. ശരിക്കും നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ട ഫോർമുല ആയിട്ട് വരുന്നത് ഇതാണ്, n of b raised to n of a. ഇതാണ് ശരിക്കും നമ്പർ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നതിൻ്റെ ഫോർമുല ആയിട്ട് നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടത്. ബിയിലെ എലമെൻറ്റിൻ്റെ എണ്ണം നോക്കുക, എയിലെ എലമെൻ്റ് എണ്ണം നോക്കുക, ബിയിലെ എലമെൻ്റ് എണ്ണത്തിൻ്റെ പവറിൽ എയിലെ എലമെൻറ്റിൻ്റെ എണ്ണം എഴുതുക. അതിനുശേഷം നമ്പറുകളാണ് വരുന്നതെങ്കിൽ നമുക്കതിനെ വീണ്ടും സോൾവ് ചെയ്യാൻ പറ്റും, അത് സോൾവ് ചെയ്യാം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത് അത്രയും ഫങ്ഷൻസുകൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇവിടെയാണെങ്കിൽ റിലേഷൻസിൻ്റെ എണ്ണമാണ്, റിലേഷൻസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞ കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു കാര്യം ചിലപ്പോൾ +1 നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു കാര്യം ചിലപ്പോൾ ഇതായിരിക്കും, നമ്പർ ഓഫ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ കാര്യമായിരിക്കും. ഇതൊന്ന് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് എൻട്രൻസ് എക്സാമിനേഷനൊക്കെ ലക്ഷ്യം വെക്കുന്ന കുട്ടികൾക്ക് ഇത്തരം സൂത്രവാക്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ നമ്മുടെ +2-ലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരുവിധ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് മുഴുവനായി കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് മുൻപിലേക്ക് പറഞ്ഞു പോകാവുന്നതാണ്. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ടൈപ്സ് ഓഫ് റിലേഷൻ എന്ന് പറയുന്ന കാര്യം പറയും, അതിനുശേഷം ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകും. അവിടെ നിന്ന് 2 ഫങ്ഷൻസ് എങ്ങനെ കൂട്ടിച്ചേർക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ പറയും. സെറ്റുകൾ നമ്മൾ കൂട്ടിച്ചേർത്തല്ലോ യൂണിയൻ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ 2 ഫങ്ഷൻ എങ്ങനെ കൂട്ടിച്ചേർക്കാം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പറയും. ഇതൊക്കെയാണ് അവിടെ ഇങ്ങനെ പ്രധാനമായിട്ട് നമുക്ക് പറയുവാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്, ഒരു തിയറി ബേസ്ഡ് ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ അറിയണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം
റിലേഷൻസ് എന്ന് പറയുന്ന കാര്യം അറിയണം, അതിൻ്റെ ഡെഫിനിഷൻ അറിയണം. റിലേഷൻ എന്ന് പറയുന്നതിലുള്ള എലമെൻറ്റുകളെല്ലാം ഓർഡേർഡ് പെയേഴ്സ് ആണ്. ഫസ്റ്റ് എലമെൻറ്റുകളെല്ലാം ആദ്യത്തെ കളക്ഷനകത്ത് നിന്നാണ്, സെക്കൻഡ് എലമെൻ്റ് എല്ലാം രണ്ടാമത്തെ കളക്ഷനകത്ത് നിന്നാണ് എന്നുള്ള കാര്യം അറിയണം. ഡൊമൈനെ പറ്റി അറിയണം, റേഞ്ചിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഒരു റിലേഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ എഴുതിയാൽ ആദ്യത്തതിൻ്റെ ഇമേജായിട്ട് നമുക്ക് രണ്ടാമത്തെ കാര്യത്തിനെ പറയാം, രണ്ടാമത്തതിൻ്റെ പ്രീ ഇമേജായിട്ട് ആദ്യത്തെ കാര്യത്തെ പറയാം. ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടും ഒന്ന് നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടത്. അതുപോലെ ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ എന്നീ കാര്യങ്ങളെ പറ്റി ചെറിയൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് ബേസിക് ആയിട്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററുമായി കണക്ട് ചെയ്തുകൊണ്ട് പറയുവാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ റിലേഷൻ എന്ന് പറയുന്ന സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോഴേക്കും നിങ്ങൾ ഈ ക്ലാസ് മുഴുവനായിട്ട് ഒബ്സർവ് ചെയ്യുക, നല്ലതുപോലെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ റിലേഷൻസ് എന്ന് പറഞ്ഞ സെക്ഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.